പാവങ്ങളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയുണ്ടായിരുന്നു. അറിയോ, മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ, അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങളുടെ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ. ആരും കാണാ ദൂരത്താണെങ്കിൽ ആ മുഖം ഞങ്ങളിൽ മായില്ലല്ലോ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്, നിലമ്പൂർ ശ്യാം സുന്ദർ, പുതുവാദ്യാർമഠം, കൊട്ടാരം. പ്രിയമുള്ളവരെ, ഈ മാർച്ച് 6-ാം തീയതിയാണ് നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ മണിമുത്ത് ശ്രീ കലാഭവൻ മണിയുടെ ഓർമ്മ ദിനം. ഏവർക്കും അറിയാമല്ലോ, ശ്രീ കലാഭവൻ മണിയും നിലമ്പൂർ സ്നേഹാലയവുമായിട്ട് അല്ലെങ്കിൽ ഞാനുമായിട്ട് ചെറിയൊരു സ്നേഹബന്ധം, ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ശ്രീ കലാഭവൻ മണിയുടെ നിര്യാണത്തിന്, മരണത്തിന് മുമ്പ് ഒരു ദിവസം ഞാനും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ ചാലക്കുടി പോട്ടയിൽ പോയ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അന്ന് പാടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊത്ത് അദ്ദേഹം ഇടയ്ക്ക് സല്ലപിക്കുന്ന, അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു വരുത്തി സൽക്കാരങ്ങളൊക്കെ നടത്തുന്ന, കമ്പനി കൂടുന്ന ഒരു ചെറിയൊരു പുഴയോരമാണ് പാടി. ആ പാടിയിലേക്കാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി ശ്രീ കലാഭവൻ മണി എന്ന ആ ഒരു വലിയ നാടൻ പാട്ടിൻ്റെ ആ വ്യക്തിയെ കാണാൻ പോയത്. നിങ്ങൾക്കറിയാമല്ലോ, ഉറങ്ങിക്കിടന്ന കേരള ജനതയ്ക്ക് ഈ നാടൻ പാട്ടിൻ്റെ ശ്രീ കലാഭവൻ മണിയിലൂടെയുള്ള ആ ഒരു തരംഗം ഏവർക്കും അറിയാമല്ലോ. നമ്മുടെ നിലമ്പൂർ സ്നേഹാലയം എന്ന കൊച്ചു സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്രാമവാസികളായ, കോളനിവാസികളായ നമ്മുടെ കുട്ടികളാണ്. ഈ കുട്ടികളുടെ ഇഷ്ടവും അവരുടെയൊക്കെ അഭിപ്രായത്തെയും അവരുടെയൊക്കെ ആഗ്രഹം മാനിച്ചുകൊണ്ട് ഒരു നാൾ നിലമ്പൂർ സ്നേഹാലയം സന്ദർശിക്കാൻ ഈ വ്യക്തിക്ക് മുൻപൊരിക്കൽ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോൺ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്നേഹാലയത്തിൻ്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തോട് സഹായം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ നേരിട്ട് വരാനാണ് പറഞ്ഞിരുന്നത്. അന്ന് ശ്രീ നാദിർ ഷയും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയ സ്നേഹിതനാണ് നാദിർ ഷാ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി, പാടിയിൽ പോയി അവരുടെ കൂടെ കൂട്ടുകൂടി കുറച്ച് സമയം ചെലവഴിച്ചു. അദ്ദേഹം നമ്മൾക്ക് 50,000 രൂപ നമ്മുടെ സ്നേഹാലയത്തേക്ക് തരികയുണ്ടായി. ഈ 50,000 രൂപയ്ക്ക് പുറമെ അദ്ദേഹം തന്ന ഒരു വരമുണ്ടായിരുന്നു. ആ വരമാണ് നിലമ്പൂർ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അന്നത്തെ അവിടുത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞതുവരെ ക്ഷമയോടെ കാത്തിരുന്ന് എൻ്റെ കൂട്ടുകാരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ കൂടുകയും പിന്നീട് അദ്ദേഹം ഞങ്ങളെ വീട്ടിലേക്ക്, അടുത്ത് തന്നെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചായ തരികയൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതുപോലെ മോള് എല്ലാവരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജനും ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അത് മറക്കാനാവാത്തൊരു ഓർമ്മയാണ്. കലാഭവൻ മണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പാട്ടുകാരനായിട്ടും അതുപോലെ ഒരു സിനിമാ നടനായിട്ടും മിമിക്രി ആർട്ടിസ്റ്റായിട്ടാണ് എല്ലാവർക്കും അറിയുന്നത്. എന്നാൽ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരിത്തിരി സമയമെങ്കിലും ചെലവഴിക്കാൻ സാധിച്ച ആ ഒരു അനുഭവം മറക്കാനാവാത്തതാണ്. കാരണം കലാഭവൻ മണി എന്ന് പറയുന്ന ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആരും തന്നെയില്ല. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മൾക്ക് തീരാ നഷ്ടം തന്നെയാണ് കേരള ജനതയ്ക്ക്, അതിൽ ഒരു തർക്കവുമില്ല. നമ്പൂതിരിപ്പാട് എന്ന പേരുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അച്ഛൻ അനുഭവിച്ച ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ, ഇതെല്ലാം നേരിട്ട് മുഖതാവിൽ അദ്ദേഹം പാടിയിലിരുന്നു കൊണ്ട്, അത് ചടഞ്ഞിരുന്നു കൊണ്ട്
എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളും കൂടിയുണ്ട്. ഞങ്ങളുടെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ഏറ്റവും ഉയർന്ന ജാതിക്കാരെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ചെയ്ത ആ ക്രൂരത എന്നോട് തുറന്നു പറയുകയാണ്. നിസ്സാര കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഒരുപാട് ദ്രോഹിച്ച ആളുകളായിരുന്നു അന്നത്തെ സവർണ മേധാവികളിൽ ഏറെയും. അതിന് അദ്ദേഹം മധുരമായ പ്രതികാരം ചെയ്തത് ആ സ്ഥലങ്ങളെല്ലാം പണം കയ്യിൽ വന്നപ്പോൾ മേടിച്ചു എന്നതാണ് ഏറ്റവും ഒരു രസകരമായ കഥ. ആ ഭൂമിയും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളെല്ലാം ഇദ്ദേഹം സ്വന്തമായി മേടിച്ചു. കൂടാതെ ഈ ജാതിയുടെ അമിതമായ ജാതി സ്പിരിറ്റ് മാറ്റണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം വേറൊരു ഉയർന്ന ജാതിക്കാരിയായ ഒരു സ്ത്രീയെയാണ് അല്ലെങ്കിൽ കുട്ടിയെയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത്. താഴ്ന്ന ജാതിക്കാർ എത്ര കോടീശ്വരന്മാരാണെങ്കിലും എത്ര അത്യുന്നതങ്ങളിൽ ജോലി ചെയ്താലും അവർ എന്നും താഴ്ന്ന ജാതിക്കാരാണെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വേദനിക്കുന്ന ഒരു സംഭവമായിട്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. കാരണം കലാഭവൻ മണി എന്ന പേരിൽ ഞാൻ പ്രശസ്തനാണ്, ഞാൻ പണക്കാരനാണ്, അതുപോലെ തന്നെ എനിക്ക് കഴിവുകളെല്ലാം ദൈവം സഹായിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും എന്നെ ജാതിപരമായ രീതിയിൽ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന് അധിക്ഷേപം അല്ലെങ്കിൽ ആക്ഷേപം ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹത്തിനൊരു വേദനയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ഒരാൾ, രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നൊരു വ്യക്തി താഴ്ന്ന ജാതി ആളുകളുമായിട്ട് പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിലെ പാവങ്ങളെ സഹായിക്കാൻ മുന്നോട്ടിറങ്ങിയതിൻ്റെ അദ്ദേഹം എൻ്റെ മുമ്പിൽ വളരെയധികം തൊഴുകൈയോട് കൂടിയിട്ട് ഒരു മദ്യപിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ആ തൊഴുകൈയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ച ഒരു അനുഭവം കൂടിയാണ് എനിക്ക് നിങ്ങൾ പറയുന്നത്. പ്രിയമുള്ളവരെ, ജാതി എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യരാണ് നമ്മളെ വേർതിരിക്കാൻ വേണ്ടി, ഹിന്ദുക്കളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് ഒരുമ ഇല്ലാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് ഓരോ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികൾക്ക് ജാതി കൽപ്പിച്ചിട്ടുള്ളത്. അതെല്ലാം മനുഷ്യൻ്റെയാണ്. അതുകൊണ്ട് ജാതിയിൽ ഒരു അർത്ഥവുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആദിവാസി മേഖലയിലെ എൻ്റെ സഹോദരങ്ങളെയാണ്. അത് മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതൽ യാതന കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ഈ പാവപ്പെട്ട മേഖല തന്നെയാണ്. മറ്റുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും ജാതിപരമായിട്ടാവട്ടെ ആണെങ്കിലാവട്ടെ, രാഷ്ട്രീയപരമായിട്ടാവട്ടെ, മതപരമായിട്ടാവട്ടെ നല്ലൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത് അവരെയൊക്കെ സഹായിക്കാൻ അവരുടേതായുള്ള ആളുകളുണ്ട്. എന്നാൽ ഈ പാവങ്ങൾ ഇന്നും തന്നെ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥ തന്നെയാണ്. അത് കലാഭവൻ മണി അദ്ദേഹം എന്നോട് ഒരുപാട് സമയം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 20 മിനിറ്റ് എങ്കിലും അദ്ദേഹം ഈ ജാതിയുടെ ദുഷിച്ച ജാതി വ്യവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ജാതി സമ്പ്രദായത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു. ഇന്നും ജനമനസ്സുകളിൽ കലാഭവൻ മണി എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മരണമില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്നും കേൾക്കാത്ത വീടുകളുമില്ല. അതാണ് ഈ കലാഭവൻ മണി ജനങ്ങളും തമ്മിലുള്ള ആത്മബന്ധം. അടുത്ത കാലത്ത് ഒരു 9 മാസം മുമ്പ് ചാലക്കുടിയിലേക്ക്, എറണാകുളത്ത് നിന്ന് വരുന്ന വഴിക്ക് ചാലക്കുടിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. പക്ഷേ ആ വീട് കാണുമ്പോൾ മനസ്സിനൊരു ഭയങ്കരമായൊരു സങ്കടം. വീട്ടിൽ ആരുമില്ല. ആ ഗേറ്റും മറ്റുള്ള എല്ലാ ഭാഗങ്ങളും തുരുമ്പെടുത്ത് കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ബുള്ളറ്റ് ഇപ്പോഴും അതങ്ങനെ നാദനയില്ലാത്ത പോലെ. കാരണം ആ ബുള്ളറ്റിൻ്റെ ശബ്ദം ചാലക്കുടിയിലെ ഓരോ ഇടനാഴികളിലൂടെയും ഓരോ ഊടുകളിലൂടെയും അദ്ദേഹം വളരെ ലളിതമായ രീതിയിൽ സിമ്പിളായിട്ട് സാധാരണക്കാർ വന്ന വഴി മറക്കാത്ത ഒരു നടൻ ഒരു പക്ഷേ മലയാള സിനിമയിൽ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ള നടന്മാരെല്ലാവരും അവരൊക്കെ പേരും പ്രശസ്തിയും പണവും വരുമ്പോൾ വന്ന വഴി മറക്കും. കാരണം ഞാൻ ആരുടെ മകനാണ്, ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, വന്ന വഴികളൊക്കെ പറയാൻ നാണക്കേടാവും. എന്നാൽ അഭിമാനമായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ആരായിരുന്നു, അച്ഛൻ ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, പണ്ട് ഓട്ടോറിക്ഷ ഓടിച്ച കഥകൾ, ദാരിദ്ര്യ ദുരിതപൂർണമായുള്ള ജീവിത കഥ തുറന്ന് എവിടെയും ഏത് സദസ്സിലും ആരുടെയും മുമ്പിൽ പറയാനുള്ള ചങ്കൂറ്റം, ആ മടിയില്ലാത്ത വാക്കുകൾ, അതായിരുന്നു ഈ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നത്. അതാണ് കലാഭവൻ മണി. അദ്ദേഹത്തിന് ഈ പാട്ട് പാടിയിട്ടും ഭക്തിഗാനങ്ങൾ പാടിയിട്ടും സിനിമയിൽ അഭിനയിച്ചും കിട്ടിയ പണത്തിൻ്റെ ഏറെ പങ്കും സത്യത്തിൽ ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിച്ച ഒരു മഹാനടനും കൂടിയാണ് ശ്രീ കലാഭവൻ മണി. കാരണം
നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് 50,000 രൂപ തന്നു എന്നതല്ല പ്രധാനം. അതിലുപരി അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുന്ന ഒട്ടനവധി പട്ടിണിപ്പാവങ്ങളായ ആളുകൾ, രോഗികൾ എല്ലാവരും ക്യൂ ആണ്. അതുപോലൊരു ചാരിറ്റി പ്രസ്ഥാനം അല്ലെങ്കിൽ അതുപോലൊരു വ്യക്തിത്വം ഇന്ന് എവിടെയുമില്ല. എല്ലാവിടെയും ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മറയാണ്, തട്ടിപ്പ് കേന്ദ്രങ്ങളാണ്. പറയാതിരിക്കാൻ വയ്യ. കാരണം തുടക്കത്തിൽ പേരും പ്രശസ്തിക്കും വേണ്ടി വരുന്ന ജനങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ കവറിൽ 100-200 കൊടുത്ത മഹാമാൻ ഈ നിലമ്പൂരിൽ തന്നെയുണ്ട്. എന്നാൽ ഒരു ആപത്ത് വന്നാൽ അവരെ വാതിലിന് മുട്ടിക്കഴിഞ്ഞാൽ ഒരുത്തനും വാതിൽ തുറക്കാറില്ല. അതാണ് ഈ ചാരിറ്റിയുടെ പ്രത്യേകത. പണം പദവിയും എല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടാണ്. വരുന്നവർ പിച്ചക്കാരാണല്ലോ, ദരിദ്രവാസികളാണ്, അല്ലെങ്കിൽ ആദിവാസികളാണ്, അല്ലെങ്കിൽ രോഗികളാണ്, അവറ്റകളെ അടുപ്പിക്കണ്ട, പോ അടിവിട്, ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞേക്ക് എന്ന് പറയുന്ന ആളുകളെ എനിക്കറിയാം. ഈ നിലമ്പൂരിലെ വലിയ വലിയ മഹാന്മാർ ഇത്തരം വൃത്തികെട്ട ആളുകളെ അതുപോലുള്ള ചാരിറ്റി അല്ല ശ്രീ കലാഭവമണിയുടെ. ആര് വന്നാലും അകത്തേക്കാണ് വരുത്തുന്നത്. ഏത് ആദിവാസി വന്നാലും, ഏത് പാവപ്പെട്ട ദരിദ്രവാസി വന്നാലും, ഭിക്ഷക്കാരൻ വന്നാലും എല്ലാവരെയും അകത്തേക്കാണ് വിളിക്കുന്നത്. ഭക്ഷണം കൊടുക്ക്, ചായ കൊടുക്ക്, അത് കൊടുക്ക്, ഇത് കൊടുക്ക് എന്ന് ഞാൻ കണ്ടു കലാഭവൻ മണിയുടെ വീട്ടിലെ അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ. എത്രമാത്രം മനസാക്ഷിയാണ്, എത്രമാത്രം സ്നേഹമാണ് അതിലുള്ളത്. അതുപോലൊരു കരുതൽ നമ്മുടെ ഇവിടെയുള്ള ആളുകൾ, ഒന്നുമില്ലായ്മയിൽ നിന്ന് പണക്കാരായി വന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഒരു വെറും 4 സെന്റ് 3 സെന്റ് സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഏക്കറക്കണക്കിന് ഭൂമി സ്വന്തമാക്കിയിട്ട് വലിയ വലിയ വിദേശ നിർമ്മിതമായ കാറുകളും ആഡംബര വീടുകളും കാറുകളും എല്ലാം ഉള്ള ആളുകൾ പോലും വന്ന വഴി മറക്കുന്നത് എത്രമാത്രം മ്ലേച്ഛത്രമാണ്, എത്രമാത്രം മോശത്തരം തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. അതാണ് ഏത് ദൈവവുമായിക്കോട്ടെ, ആരുടെ മതഗ്രന്ഥവുമായിക്കോട്ടെ, അതിലെല്ലാത്തിലും പറയുന്നത് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാനാണ്. അവിടെ മടിക്കേണ്ടതില്ല. അതിന് പ്രത്യേക സമയം നേരവും കാലമില്ല. ഇല്ലാത്തവൻ ഉള്ളവനെ അവൻ്റെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ അഹങ്കരിക്കണ്ട. കാരണം ഈ കൈ നീട്ടി വരുന്നവൻ്റെ മുമ്പിൽ അഹങ്കരിക്കാൻ മാത്രം ഒന്നുമില്ല മനുഷ്യ, ഒന്നുമില്ല നമ്മൾക്ക്. കാരണം കൊണ്ടുപോകുമ്പോൾ മരിച്ച് പട്ടടയിലേക്ക് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ 6 അടി മണ്ണിൽ കുഴിച്ചിടുമ്പോഴോ അവൻ്റെ പണവുമില്ല, പ്രതാപവുമില്ല, പേരുമില്ല, പ്രശസ്തിയുമില്ല, സൗന്ദര്യവുമില്ല, കുടുംബമില്ല, കുട്ടികളില്ല, എല്ലാം 6 അടി മണ്ണിൽ. ഇന്ന് മാർച്ച് 6-ാം തീയതിയാണ്. ഈ ദിവസം ഇതുപോലൊരു മനുഷ്യ സ്നേഹിക്ക് വേണ്ടി ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തിന് മുമ്പിൽ എല്ലാവർക്കും ഒന്ന് കൈകൂപ്പാം. കാരണം അദ്ദേഹം മനുഷ്യനാണ്, മനുഷ്യത്വമുള്ളവനാണ് മനുഷ്യൻ. തികച്ചും അവനത് അർഹിക്കുന്നു. അതാണ് എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ സുമനസ്സായ ശ്രീ കലാഭവൻ മണി. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.